ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി, സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ, പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ, ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. ലഹരിക്കടത്ത് നിയമപ്രകാരം പ്രതിയെ കരുതൽ തടങ്കലിലാക്കി. 33.5 ഗ്രാം MDMA കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് കൊപ്പം സ്വദേശിയായ അഷറഫ് അലിയെ ലഹരിക്കടത്ത് നിയമപ്രകാരം 1 വർഷക്കാലത്തേക്ക് ഷൊർണൂർ പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. 33.5 ഗ്രാം MDMA കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പാലക്കാട് കൊപ്പം പ്രഭാപുരം മണ്ണേങ്കോട് പൊട്ടച്ചിറ വീട്ടിൽ 33 വയസ്സുള്ള അഷറഫ് അലിയെ ലഹരിക്കടത്ത് നിയമപ്രകാരം 1 വർഷക്കാലത്തേക്ക് കരുതൽ തടങ്കലിലാക്കിയത്. പാലക്കാട് ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞുവരുകയായിരുന്നു ലഹരിക്കടത്ത് നിയമപ്രകാരമുള്ള കരുതൽ തടങ്കലിലെ അറസ്റ്റ്. പാലക്കാട് ജില്ലാ ജയിലിൽ വെച്ച് ലഹരിക്കടത്ത് നിയമപ്രകാരം പ്രതിയെ ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ SHO രവികുമാർ V അറസ്റ്റ് ചെയ്ത് മേൽ നടപടികൾ സ്വീകരിച്ച് തിരുവനന്തപുരം അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. അഷറഫ് അലിക്ക് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ കേസ് കൂടാതെ മലപ്പുറം, താമരശ്ശേരി, ഗോമംഗളം പോലീസ് സ്റ്റേഷനുകളിലും കഞ്ചാവ് കടത്ത് കേസുകളുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP R മനോജ് കുമാർ, നാർക്കോട്ടിക് സെൽ DYSP P അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഷൊർണൂർ SHO V രവികുമാർ, SI ബിനോയ് കുര്യാക്കോസ്, ASI ജയശ്രീ, CPO റിയാസ് എന്നിവരാണ് നടപടികൾ സ്വീകരിച്ചത്. ജില്ലയിൽ ഇത്തരത്തിലുള്ള 7ാമതും ഷൊർണൂർ പോലീസിന്റെ 2ാമത്തെ അറസ്റ്റുമാണിത്. ഷൊർണൂരിൽ നേരത്തെ വടാനം കൃഷിക്കാരൻ ബാബുരാജിനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.